നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ആകാശിനെ രക്ഷിക്കും. ആ വിശ്വാസം എനിക്കുണ്ട് സർ. പക്ഷെ നിയമത്തിന് വേണ്ടത് തെളിവുകളല്ലേ. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. എന്ത് തെളിവാ ചാരു? അക്കുചേട്ടൻ ആ കാശ് വാങ്ങിയതിന് ബില്ല് എഴുതിയിട്ടുണ്ട്. ആ ബിൽ ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാ. അത് ആകാശ് നോക്കിയതല്ലേ? കണ്ടില്ലല്ലോ. അക്കുചേട്ടൻ ആ ടൈമിൽ പാനിക്കായി നോക്കിയപ്പോ കാണാത്തതായിരിക്കും. അക്കുചേട്ടന്റെ ടേബിളിന്റെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവുന്നോ പറഞ്ഞത്. ഓക്കെ ചാരു, ഞാൻ നോക്കാം. അവിടെ നോക്ക്. സൗമ്യ, എന്താ ഇവിടെ? എന്താ നോക്കുന്നത്? നിങ്ങൾക്കെല്ലാം ആകാശിന്റെ കൂടെ പോയി ഇരിക്കണമെന്നുണ്ടോ? മാഡം, ചാരു വന്ന് ബിൽ ബുക്ക്. സ്റ്റോപ്പ്. ഇനിയൊന്നും പറയണ്ട. ചാരു ഇവിടുത്തെ സ്റ്റാഫൊന്നും അല്ലല്ലോ. ഇവിടെ വന്ന് സ്വാതന്ത്ര്യം കാണിക്കാൻ ആരെ ഇവൾക്ക് അധികാരം കൊടുത്തത്? മാഡം, അക്കുചേട്ടന് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന് ബില്ല് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബിൽ ബുക്ക് കിട്ടിയ അക്കുചേട്ടനെ ഇറക്കാൻ പറ്റും. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പെർമിഷൻ ഇല്ലാതെ ഈ ഓഫീസിൽ നിന്ന് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചാരു പറ്റുള്ളൂ. മാഡം, ആ ബിൽ ബുക്ക് മാത്രം കിട്ടിയാൽ മതി. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ചാരു പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് ചാരുവിന്റെ പേരിൽ പരാതി കൊടുക്കേണ്ടി വരും. ഇതല്ലേ നീ തേടി വന്ന ബിൽ ബുക്ക്? ഇത് നിനക്കെന്നല്ല, ആർക്കും കിട്ടാൻ പോകുന്നില്ല. ആകാശിനെയും നിനക്ക് കിട്ടില്ല. ഇനി നിനക്ക് നിന്റെ ജീവിതവും തിരിച്ചു കിട്ടാത്തതുപോലെ ഞാൻ ചെയ്തോളാം. ചാരുമോളെ, കിട്ടിയില്ലേ? ഇല്ല ബാലമാമേ. സാറേ, ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചോട്ടെ. പെട്ടെന്ന് വേണം. ഓക്കെ സാർ. കൗതി, ബിൽ ബുക്ക് എന്റെ ടേബിളിൽ ഉണ്ടായിരുന്നല്ലോ. നീ ശരിക്കും നോക്കിയോ? ഞാൻ ടേബിളിൽ നോക്കുന്ന സമയത്ത് ശ്രേയ വന്നെന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടോ കുച്ചേട്ടാ. ആ പെണ്ണെന്തിനാ വഴക്ക് പറഞ്ഞത്? ആകാശിനെ ഈ കേസിൽ പെടുത്തിയതിൽ ആ പെണ്ണിന്റെ ഇൻവോൾവ്മെന്റ് എനിക്ക് സംശയമുണ്ട്. ശ്രേയ വിചാരിച്ച അക്കുച്ചേട്ടനെ ഇപ്പൊ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം. പക്ഷെ കിട്ടിയ ചാൻസ് വെച്ച് ശ്രേയ പകരം വീട്ടാൻ നോക്ക്. വക്കീലെ, ഇതല്ലാതെ വേറെന്തെങ്കിലും വഴിയുണ്ടോ? ബിൽ ബുക്ക് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഷെ. ആകാശ് നിരപരാധിയാണെന്നുള്ളതിന്റെ എവിഡൻസ് അത്. ബിൽ ബുക്ക് കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ നിന്ന് നോർമൽ ജാമ്യം മാത്രമേ കിട്ടുള്ളൂ. അതും ഉറപ്പില്ല. അച്ഛൻ വിഷമിക്കണ്ട. സത്യം എന്റെ ഭാഗത്താ. ഈ കേസ് ഞാൻ ജയിക്കും. ആ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അച്ഛനും കാക്കോത്തിയും ഇപ്പൊ വീട്ടിലേക്ക് പൊയ്ക്കോ. സത്യം എപ്പോഴായാലും മറന്നേക്ക് പുറത്തു വരും, ഉറപ്പാ. കാക്കോത്തി, അച്ഛനെ കൂടി വീട്ടിലേക്ക് പൊയ്ക്കോ. ബാലമാമേ, വാ പോവാം. എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഇവനിവിടെ നിർത്തിയിട്ട് എങ്ങനെയാ മോളെ? അച്ഛൻ വീട്ടിലേക്ക് പോ. ചെല്ല്.
ചെന്ന് അച്ഛനെ സമാധാനിപ്പിക്കേ. ഉം.